ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്നറിയോ? നമുക്കൊരു കാച്ചിൽ നടണം. അപ്പോൾ ആ കാച്ചിൽ നടണം, അതുപോലെ ഒരു കാച്ചിൽ വിളവെടുക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഇതിനകത്ത് കുറച്ച് വിളവെടുപ്പ് നടത്താനുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതേ നട്ടുപിടിപ്പിക്കാനായിട്ട് എനിക്കിത് ഇത്രയും മാത്രം ചെറിയൊരുണ്ട് കാച്ചിലിൻ്റെ മൂക്കാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നട്ടു വെച്ചിരുന്നതാണേ. ഇത്രയും മാത്രം ഉരുളക്കിഴങ്ങ് ഉണ്ടായപ്പം അത് ചീഞ്ഞു പോയി. അപ്പോൾ ഇനി അത് പോട്ടെ, നമുക്കിതിനകത്തേക്ക് വേറൊരു ചെറിയ കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും തീരെ കുറച്ച് നാളെ വളർന്നുള്ളൂ. അതുപോലെ ഒരു കുറച്ച് ദിവസം നിന്നപ്പോൾ അതങ്ങ് അഴുകി പോവുക ചെയ്തത്, വെള്ളം കൂടിയിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ പാലക്ക് ചീര നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ഇത് മാത്രം ഉണ്ടായപ്പോഴത്തേക്കിന് ആ ചെടി അഴുകിപ്പോയതായിരുന്നേ. അപ്പം ഞാനെന്നാൽ ഇന്ന് ഈ പാത്രം എടുത്തിട്ട് ഇതിനകത്ത് വേറെ എന്തെങ്കിലും നട്ടുപിടിപ്പിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുമായിരുന്നു. ഇത് ഞാൻ തൂക്കിയിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഈ പാത്രം. അതിനകത്ത് ചെടി ഭക്ഷണം പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് എന്നാ ചെയ്യുന്നറിയോ, കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പാലക്കിൻ്റെ കുറച്ച് ചീരയുടെ തൈകളുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഇങ്ങോട്ട് എടുത്ത് നടാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ഇവനെ അങ്ങോട്ട് പൊക്കിയെടുക്കാം. ഞാൻ ഈ തൈകളെ ഉണ്ടല്ലോ മണ്ണോടുകൂടി ഇതിനകത്തൊന്ന് പൊക്കിയെടുത്ത് ഇതിനകത്തേക്ക് നടുവാണേ. തീരെ ചെറിയ തൈകളാണെങ്കിലും നമ്മൾ ഇതുപോലെ മാറ്റി നട്ട് വെള്ളം തളിച്ചു കൊടുത്താൽ അവർ നല്ലപോലെ വളർന്ന് കയറിക്കോളുവേ. ഇപ്പം നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഒരു 2 ദിവസത്തേക്കിന് ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ എൻ്റെ പിള്ളേരാണ് ഇതിന് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ അവരിത് കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ഈ തൈകളായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം വീണാൽ അവർ ഉണങ്ങിപ്പോകാനും വാടിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാനിതങ്ങ് മാറ്റി നട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചോളും. അപ്പോൾ അത് ശരിയായിക്കോളും. അപ്പം നമ്മളിപ്പം നോക്കുവാണെങ്കിലുണ്ടല്ലോ, അയ്യോ ഇത് രക്ഷപ്പെടുവോ എന്നൊക്കെ വിചാരിക്കും. ഒന്നും നമുക്ക് പേടിക്കാനില്ല. ഇതേപോലെ മാറ്റി നട്ട ഇത്രയും തന്നെ ആയ ചെടികളെ മാറ്റി നട്ട് വളർത്തി വെച്ചിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല മിടുക്കന്മാരായിട്ട് വളർന്ന് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഒന്നും പേടിക്കണ്ട, ഇത്രയും തരി പോലെയുള്ള തൈകളെ മാറ്റി നട്ടാലും അവർ വളർന്നോളും. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പാലക്കിൻ്റെ വിത്തിനെ നമ്മളിതുപോലെ ചെറിയ ചെറിയ ചട്ടികൾക്കകത്ത് മണ്ണ് നിറച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ പാകി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2, 3, 4 ഒക്കെ വിത്തുകളെ ഒരുമിച്ചിടും. അപ്പോൾ അവരൊരു കൂട്ടമായിട്ട് തന്നെ തൈകൾ വളർന്നു വരും. ഇതുപോലെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാങ്ങിങ് പോട്ട് പോലെ നമ്മൾ ഈ ഹാങ് ചെയ്യുന്ന സാധനം കണ്ടോ, അതിനകത്തേക്ക് തൂക്കിയിടുക ചെയ്യുന്നത്. കാരണം ഇതിനെല്ലാം വേറെ വേറെ വളർത്താനായിട്ടുള്ള സൗകര്യം എനിക്ക് കൊടുക്കാൻ ഗ്രോ ബാഗ് വെക്കാനുള്ള ഇടയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. പിന്നെ അവരവിടെ നിന്ന് വളർന്നോളും. ഇത് നമ്മുടെ കൊത്തമരയുടെ തൈകളാണേ. അതും ഞാൻ ഈ പാലക്കിനെ പോലെ തന്നെ ചട്ടിക്കകത്ത് മണ്ണ് നിറച്ച് അതിനകത്ത് പാകി കിളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു 2 ഇലകൾ, ആദ്യത്തെ ഇല കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ഇലയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചുവടിനെ മാറ്റി നടുവാണേ. അപ്പോൾ മണ്ണോടുകൂടി നമ്മൾ ചട്ടിക്കകത്തൊന്ന് പൊക്കിയെടുത്തിട്ട് ഇതുപോലെ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിനകത്തേക്ക് മണ്ണ് മാറ്റിയിട്ട് നമ്മളങ്ങോട്ട് നട്ടു കൊടുക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ മണ്ണ് അടുപ്പിച്ച് കൊടുത്ത് വെള്ളവും തളിച്ച് വെച്ചാൽ അവരവിടെ നിന്ന് വളർന്നോളും. ഇപ്പം ഇതിനകത്തുനിന്ന് ഒരെണ്ണം പോകുകയോ ഒക്കെ ചെയ്താലും നമ്മളൊന്നും പേടിക്കണ്ട, ബാക്കിയുള്ളവർ നല്ലതുപോലെ വളർന്നു വന്നോളും. ഇങ്ങനെ നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം ഇതേ സമയം നമുക്ക് സ്യൂഡോമോണാസ് ചേർത്താലും നല്ലതാണ് കേട്ടോ. ഇത് കുറച്ച് ചുവന്ന ഇഞ്ചിയാണേ. ഇതേ കളർ കാണുന്നുണ്ടോ. അപ്പോൾ ഈ ചുവന്ന ഇഞ്ചിയുടെ കുഞ്ഞുങ്ങളാണ്. അവരെ ഞാൻ നട്ടുപിടിപ്പിക്കാൻ ഗ്രോ ബാഗിൻ്റെ അടുത്ത് വന്നാണേ. അപ്പോൾ ഗ്രോ ബാഗിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് നിന്നിരുന്നതാണേ. ഇതിനകത്ത് അഴുകിപ്പോയി. ഇന്നാളത്തെ ആ മഴ പെയ്ത സമയത്തിന് ആ ചെടിയെല്ലാം അഴുകിപ്പോയി കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇതിങ്ങനെ ഇളക്കിയപ്പം നല്ല സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ കാച്ചിൽ കൊണ്ടുപോയി താഴെ നടണം. അപ്പോൾ നമ്മുടെ ടെറസിൽ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിനകത്ത് 2 കാച്ചിൽ നട്ടിട്ടുണ്ട്. അതിലൊരെണ്ണം നമുക്ക് വിളവെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ഓർക്കിഡാണേ. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വെറുതെ പൊട്ടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെയൊന്ന് നട്ടുവെക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നട്ടുവെക്കാൻ സമയം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ വേറെ നട്ടുവെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. എൻ്റെ കറുക്കത്തി മോശമാണ്. ഇവിടെ നമ്മൾ ടെറസെ കൊണ്ടിട്ടാണ്ടല്ലോ ഈ കറുക്കത്തിയെല്ലാം തുരുമ്പ് പിടിച്ചു പോകും. അങ്ങനെ കിടന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് കുറച്ച് ദിവസമായതാണ്. ഇനി അഴുകിപ്പോയോന്നൊന്നും ഉണങ്ങിപ്പോയോന്നോ ഒന്നും അറിയത്തില്ല. നമുക്ക് ഏതായാലും നോക്കാം. കണ്ടോ, നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കിഡിൻ്റെ തൈകളെ മാത്രമേ വാങ്ങിക്കുള്ളേ. ഭയങ്കര വിലയാണ് അല്ലെങ്കിൽ. അപ്പോൾ ഇത് നല്ല തൈകളാണ് കേട്ടോ, നല്ല തൈകളാണ്. അതുപോലെ ഇത് എല്ലാ തൈകളും നല്ല ചൂടാണ് കേട്ടോ. 3ഉം 4ഉം ചൂടുകളുണ്ട് ഓരോന്നേൽ. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിതിനെല്ലാം നട്ടുപിടിപ്പിക്കുകയും കൂടെ ചെയ്യണം. 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ 5-6 തക്കാളിയുണ്ട്. അതിന് നമുക്ക് വെള്ളമൊന്നും എടുത്തിട്ട് പോയേക്കാം. എന്നിട്ട് നമുക്ക് പറമ്പിലാണേ നമ്മുടെ കാച്ചിൽ നടേണ്ടത്. ഇപ്പോൾ എല്ലാവരും പറയും കാച്ചിൽ നമ്മളെ ചാക്കിനകത്ത് നടുവാണെങ്കിൽ, കാച്ചിൽ നമ്മൾ ഇതേ രീതിയിൽ നടുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാകും എന്ന് പറയും. അപ്പോൾ നമുക്കൊന്ന് നട്ടും കൂടെ നോക്കാം കേട്ടോ. ഇത് അത്ര പഴുത്തിട്ടില്ല. നമ്മളിത് കൊണ്ട വെച്ച് കഴിയുമ്പം അവർ പഴുത്തോളും. പിന്നെ ഇത് ഇവിടെ ഒരു കമ്പേലുണ്ട് കണ്ടോ. ഇതും കൂടെ ഞാൻ പറിച്ചെടുക്കുവാണേ. വേറെ ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം തന്നെ പച്ച. ഇതാ പഴുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ കാണാൻ. അപ്പോൾ ഇതിലെല്ലാം വെളുത്ത പൊടി പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കണ്ടോ. ഇതെന്നാന്നറിയോ, ഈ വേനൽക്കാലത്ത് എപ്പോഴും വെള്ളീച്ചയുടെയും മീലിമൂട്ടയുടെയും ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഞാനതിന് ബിവേറിയ സ്പ്രേ ചെയ്തിരുന്നതാണ്. അത് വൈകുന്നേരങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. എന്നാൽ മാത്രമേ രാത്രിയിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഭയങ്കര ചൂട് വന്നു കഴിഞ്ഞാൽ ബിവേറിയയുടെ പ്രവർത്തനം അങ്ങനെ കൃത്യമായിട്ട് നടക്കാതെ പോകും. അപ്പം നമുക്കിതേ ഈ തക്കാളിയുമായിട്ട് നമുക്ക് പോയി പെട്ടെന്ന് ഈ കാച്ചിൽ ഒന്ന് കുഴിച്ചു വെച്ചിട്ട് വരാം. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങ് കിട്ടിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് കാച്ചിൽ നട്ടിട്ട് ഓടി വരാം. നമുക്കത് ഈ ചാക്കിനകത്താണ് നടേണ്ടത്. അപ്പോൾ ഞാനിതൊരു 1/4 ഭാഗം വരെ നിറച്ച് വെച്ചിരിക്കുവാണേ. നമ്മൾ ഈ ഉണങ്ങിയ ഇലകളും അതുപോലെ പുല്ലുണങ്ങിയതും ഒക്കെ കൂടെ ഇതിൻ്റെ അടിയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ മണ്ണിട്ട് വീണ്ടും ഉണങ്ങിയ ഇലകൾ ഇട്ടിട്ടാണ് നിറയ്ക്കുന്നത്. ആ രീതിയിൽ നിറച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ടിട്ട്, ഇത് ഉണങ്ങിയ പുല്ലാണ് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മണ്ണിടാൻ പോവുകയാണേ. മണ്ണിട്ടിട്ട് നമുക്ക് നമ്മുടെ കാച്ചിലിനെ നടാം. ഇത് നമ്മുടെ ഉണങ്ങിയ പുല്ലും കാടും എല്ലാം ഇവിടോട്ട് വാരി ഇടുന്നതാണേ. അത് ഉണങ്ങി പൊടിഞ്ഞു വരുന്ന മണ്ണാണേ. അപ്പം ഞാൻ ഈ മണ്ണാണ് അതിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോയി ഇടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൊണ്ടുപോയി ഇട്ടിട്ട് വരാം. ഇങ്ങനെ ഇടുവാണേ കണ്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിട്ടു. ഇതേ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമൊക്കെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ വാരുന്നതല്ലേ, അതുകൊണ്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് എന്നാ ചെയ്യുന്നതെന്നറിയോ, ഈ കാച്ചിലിൻ്റെ മൂക്ക് നമ്മൾ എടുത്തു വെക്കുന്നതാണ്. ബാക്കി ഭാഗം നമ്മൾ കറി വെച്ച് പോയി. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ ഇതിലോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് സ്ലറി ഒഴിക്കാൻ പോവാണേ. മുകളിലോട്ട് ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിക്കുവാണേ. കാരണം ഇതിൻ്റെ അടിയിലോട്ടുള്ള വെള്ളം എല്ലാം നനയാതെ കിടക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് താഴ്ന്നിറങ്ങട്ടെ. നമ്മൾ വെച്ച കാച്ചിൽ മറിഞ്ഞു പോയേ. അപ്പോൾ ഈ വെള്ളം ഒന്ന് താന്നിറങ്ങിയതിന് ശേഷം നമുക്ക് കാച്ചിലിനെ ഉറപ്പിച്ച് വെക്കാവേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ച സ്ലറി താന്നിട്ടുണ്ടേ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ വെക്കുവാണേ കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വീണ്ടും കുറച്ച് ഉണങ്ങിയ ഇലകളാണ് ഇടുന്നത്. ആ ബക്കറ്റിനകത്ത് ഇല ഇങ്ങനത്തെ കുറച്ച് ഇല, എന്തുമാത്രം ഇല വേണമെങ്കിലും നമുക്ക് ഇടാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത്രയും ഇലയാണ് ഇടുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ഇടണേ. അപ്പം ഞാൻ മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇതിനകത്തുനിന്ന് ഇന്ന് മണ്ണെടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെല്ലാം ചക്കമട്ടലൊക്കെ കിടക്കുന്നുണ്ടോ, ഇതെല്ലാം അഴുകി ഉണ്ടാകുന്ന മണ്ണാണ് ഇതേ. പിന്നെ നമ്മൾ ചിലപ്പം ഇലയൊക്കെ വെട്ടുന്ന അവസരത്തിൽ പച്ചിലയൊക്കെ മിച്ചം വന്നാൽ അതുമൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ ഈ മണ്ണാണ് കൊണ്ടുപോയി അതിൻ്റെ മുകളിലോട്ട് ഇടുന്നത്. ഇതേ കണ്ടോണേ. ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിനി ഇതിനെ ഒന്നുകൂടെ നനച്ച് വെക്കണം. ഇത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതിനെ ഒന്നുകൂടെ നനച്ച് വെക്കുവാണേ. ഇതുപോലെ ഈ വെള്ളം താഴാനായിട്ട് കുറച്ച് താമസമൊക്കെ വരും. അവരിനി ഇവിടെ ഇരുന്ന് പതുക്കെ താന്നോട്ടെ, നമ്മളതൊന്നും നോക്കണ്ട. ഇങ്ങനെ ഞാൻ ഇവിടോട്ട് ഈ വെള്ളവും കൂടെ ഒഴിച്ചു വെച്ചിട്ട് ഇനി ഞാൻ ഒന്നും നോക്കത്തില്ല. ഇനി കുറച്ച് വലുതായതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചുവട്ടിലോട്ട് വളം ഇടാൻ വേണ്ടി വരത്തുള്ളൂ. അപ്പം ഞാൻ ഇതേ രീതിയിൽ ഇതിനകത്ത് നട്ടിരിക്കുന്നതാണേ. ഇത് കണ്ടോ, മുള വരുന്നുണ്ടോ, ഇതുപോലെ മുള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇലയിട്ടിട്ട് മൂടി വെക്കും. ഇതെന്നാന്നറിയോ, വെള്ളക്കൊന്നയെന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ മണിക്കൊന്നയെന്ന് പറയുന്നൊരു സാധനമാണ്. ഈ കൊന്ന പൂക്കുന്ന അതേ കാലത്ത് തന്നെയാണ് ഇതും പൂക്കുന്നത്. അതിൻ്റെ ഇലകൾ കണ്ടോ, കണ്ടമാനം ചൂടടിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ മഞ്ഞ നിറത്തിലേക്ക് മാറുവേ. ഇത് ടെറസിൽ നിന്നിരുന്നതാണ്. അപ്പോൾ കാര്യമായിട്ട് പൂക്കൾ ഉണ്ടാകാഞ്ഞ കൊണ്ട്
ഞാനതിനെ ഇവിടെ കൊണ്ട് നട്ടതാണേ. കണ്ടോ, നല്ല ഭംഗിയില്ലേ, നിറച്ചുണ്ടാകും കേട്ടോ, എല്ലാ വശങ്ങളിലേക്കും ഉണ്ടാകുന്നുണ്ട്. അതിങ്ങനെ ഒരുമിച്ച് കിടന്നാലേ ഒരു ഭംഗിയുള്ളൂ കാണാൻ. ഇതാ നമ്മുടെ കാച്ചിലെ. ഇത് കണ്ടോ, കഴിഞ്ഞ ദിവസത്തെ ആ മഴയില്ലേ, മഴയത്ത് വെള്ളം വീണോണ്ട് ഇത് പൊട്ടിക്കിളുത്തതാണേ. അപ്പോൾ ഞാനിതൊന്ന് പറിച്ചു നോക്കട്ടെ ഇതിൻ്റെ ചുവട്ടിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇനി ഞാൻ ഈ വള്ളിയൊന്ന് മുറിച്ച് കളയാവേ, എന്നാലേ ഉള്ളൂ. പച്ചയായിട്ട് കിളുത്തത് പോകുന്നില്ല. വെച്ചിട്ട് നോക്കാം അതിൻ്റെ ചോട്ടി വല്ലതും ഉണ്ടോയെന്ന്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മറിച്ചിടാൻ പോവാണേ. കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഇരിപ്പൊന്നും കിട്ടും. എന്തായാലും ഈ മണ്ണിനെ ഞാൻ അങ്ങോട്ട് കുടഞ്ഞിട്ടിട്ട് നോക്കാം. വേരാണ് അതിന് കൂടുതൽ. ഉണ്ടോ, നമ്മുടെ നീലക്കാച്ചിലാണ് ഇതേ. പിന്നെ ആ ചുവട്ടിലോട്ടൊന്നും ഉണ്ടായില്ലേലും വേണ്ടുവല്ല, നമുക്കിതൊന്ന് കുഴിച്ചു വെക്കാനുള്ളതെങ്കിലും കിട്ടിയാൽ മതി. ദേ ഇത്രയും മാത്രമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ വെപ്പ് അതിന് ശരിയായില്ല, അതുകൊണ്ടാണ് ഞാനിന്ന് ഈ പ്രാവശ്യം താഴെ കൊണ്ട് വെച്ചത്. ഇതിൻ്റെ എന്തോ മുറിക്കുമ്പോൾ കണ്ടോ ഈ കളറാണ് ഇതിന്. അപ്പം ഇതിനെ നമുക്ക് ഒരു ചൂടായിട്ട് തന്നെ നടാനുള്ളതേ ഉള്ളൂ. ഇനി കിളുത്ത് പോയത് കൊണ്ടാണോ കുറഞ്ഞാന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ഇത്രേ ഉള്ളൂ സാധനം. കണ്ടോ, ഇത് നമുക്ക് പറമ്പി വേണം ഇനി നടാൻ. കണ്ടോ, ദേ അകവും പുറവും ഒരേപോലെ വയലറ്റ് നിറത്തിലുള്ള കാച്ചില. ഇതിനി ഇതേപോലെ തന്നെ നടണം. ഈ സൈഡിൽ കൂടെ തൂക്കിയിട്ടിരിക്കുന്നതും ദേ ഇവിടെ കൂടെ വെച്ചിരിക്കുന്നതുമാണ് എൻ്റെ പ്രധാനപ്പെട്ട ഓർക്കിഡുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഈ സ്റ്റാൻഡ് അടിച്ചാണ് ഞാൻ ഡെൻഡ്രോബിയത്തിനെ ഇവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അവിടെ എവിടെ എല്ലാം പൂക്കളുണ്ട്. ഈ നിൽക്കുന്നതെന്ന് പറയുന്നത് മൊക്കാറയാണ്. ഈ സൈഡിലൊരു 5-8 പ്ലാന്റ് ഉള്ളത് മൊക്കാറയുടേതാണ്. പിന്നെ ഇവിടെ എല്ലാം നിൽക്കുന്നത് ഡെൻഡ്രോബിയാണ്. ഞാനിത് നിങ്ങളെ കാണിച്ചു തന്നിട്ടൊക്കെ ഉള്ളതാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡെൻഡ്രോബിയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പല ചട്ടികളും കാലിയായിട്ടിരിക്കുന്നുണ്ട്. ആ ചട്ടികളിലോട്ട് ഇവരെ ഞാൻ വെറുതെ എടുത്ത് വെക്കത്തേ ഉള്ളേ. അപ്പം ഞാൻ ഒരെണ്ണം നട്ടുപിടിപ്പിക്കുന്നത് കാണിക്കാം. ഈ ചട്ടി കണ്ടോ, ഇത് നമ്മൾ വേറെയൊക്കെ ചെടി വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ, ഇതിനകത്ത് ഓടിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ ചിരട്ടയുടെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ വെക്കാൻ പോവുകയാണേ. അപ്പം ഇതേപോലെ ഇങ്ങനെ മാറ്റിയിട്ട് ഇവരെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഉറപ്പിച്ച് വെച്ചാൽ മാത്രം മതി, മറിഞ്ഞു പോകാതെ. അപ്പോൾ ഇതേപോലെ 2 കട്ടക്കഷ്ണങ്ങളോ ഓടിൻ്റെ കഷ്ണങ്ങളോ ചകിരി കഷ്ണങ്ങളോ ഒക്കെ വെക്കുമ്പോൾ ഇവരിങ്ങനെ അങ്ങ് ഉറച്ചിരിക്കും. അപ്പോൾ ഇതിനകത്തൊരു 2 പ്ലാന്റിനെ നടാവേ. അപ്പം ഞാനിത് നട്ടു വെച്ചിട്ട് കാണിക്കാം. ഇതിനെ കൂടെ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുവാണേ. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഇവിടെ ഇരുന്നോളൂ. ഇച്ചിരി വളർന്ന് വേരൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പാത്രത്തിനകത്തേക്ക് മാറ്റി നടാം. കണ്ടോ, അങ്ങനെയാണ് ഞാൻ സാധാരണ ഇവിടെ ഓർക്കിഡുകളെ വെക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് നേരെ വെക്കാനുള്ള അത്ര സംവിധാനം ചെയ്തു കൊടുത്താൽ മതി. അപ്പം വേരോടി വരട്ടെ, എന്നിട്ട് വേണം നമുക്കിവരെ ശരിക്കും വെക്കാൻ. അപ്പം ഇവരെയും കൂടെ ഞാൻ ഇതേപോലുള്ള എവിടെയെങ്കിലും ഈ ഇടയുള്ള ചട്ടികൾ കാണും, അതിനകത്തേക്ക് വെക്കാൻ പോകും. ഞാൻ വെച്ചിട്ട് കാണിക്കാവേ. വെച്ചിരുന്ന സാധനം ചിലപ്പം ഈ ഒച്ചു തിന്നുമൊക്കെ നശിപ്പിച്ച് കളയുന്ന അങ്ങനെ വരുന്നതാണ് ഈ ഇട. കണ്ടോ, അവിടെ കറക്റ്റായിട്ടിരുന്നോളും. അതേപോലെ ഈ ചട്ടിക്കകത്ത് ആരുമില്ല. അപ്പം ഇതിനകത്തോട്ട് നമുക്ക് വെക്കാം. അതിനകത്തെ ഞാൻ കുടഞ്ഞിടാവേ. കണ്ടോ, ഇത്ര കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് വെക്കും. ഈ ലേബൽ വേണം ഇതിനകത്തൂടെ നമുക്ക് പുറത്തേക്ക് ഇടാം. എന്നിട്ട് ഇവരെ വാരി ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കും. ഒരു കട്ടക്കഷ്ണം ഉണ്ടെങ്കിൽ ഇവർ ഉറച്ചിരുന്നോളും. അപ്പോൾ അതെ കണ്ടോ, ഇങ്ങനെ ഇട്ട് ഇവരെ നമ്മളങ്ങ് ഉറപ്പിച്ച് വെക്കുവാണേ. നമുക്കിത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന അഡീനിയം എന്ന് പറയുന്നത് ഇതേപോലെ ഇതൊക്കെ കട്ടച്ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ കുറച്ച് എണ്ണങ്ങളാണ് അവിടെ വരെയുള്ളത്. കണ്ടോ, ഇത് നമ്മൾ പ്ലാന്റ് ഹബ് എന്ന് പറയുന്ന ഒരു അഡീനിയം കൊടുക്കുന്നവരുടെ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചാണേ. നമ്മളിതിനൊന്ന് ഓർഡർ ചെയ്തിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ 4 എണ്ണം 5 എണ്ണം ആയിരുന്നു, അതിലൊന്ന് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ പോയി പിന്നെ ഇത് കിട്ടിയിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ഇതേപോലെ തന്നെ 5 എണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പ്ലാന്റ് ഹബിൽ നിന്ന്
ഇതേപോലെ അഡീനിയം വാങ്ങിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളാണ്. നമ്മുടെ ഇവിടെ ഉള്ളതിനെ തന്നെ ഞാൻ ചെറിയ തൈകൾ ഉണ്ടാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ചില്ലി ഓറഞ്ചാണ്, ഇത് ചില്ലി യെല്ലോ, ഇത് ചില്ലി റെഡ്. ഇത് ദേ നമ്മളുടെ കോളിഫ്ലവർ ആണ്. നല്ല വളർച്ചയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ചുവട് കണ്ടോ, മണ്ണിൽ നിന്ന് കുറേ പൊങ്ങി വരുന്നുണ്ടോ? ഇങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിലേക്ക് എന്തെങ്കിലും വളം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട്, ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ്. ഈ കോളിഫ്ലവർ, കാബേജ് പോലെയുള്ളവർക്ക് ചാണകപ്പൊടിയാണ് അല്ലെങ്കിൽ ഇതുപോലെ നൈട്രജൻ അടങ്ങിയ വളമാണ് നല്ലത്. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് ചാണകപ്പൊടി ഇവരുടെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിലുള്ള മണ്ണിനെ തന്നെ, മണ്ണ് മാത്രമല്ല, ഇത് നമ്മൾ നല്ലപോലെ കരികില ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ മണ്ണിനെ ഇതിൻ്റെ ചോട്ടിലേക്ക് കൂട്ടി കൊടുക്കും. ഇപ്പം ഞാൻ ഇവിടുന്ന് കൂട്ടി കൊടുക്കുന്നത് കൂടാതെ നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ടും കൊടുക്കാം. കണ്ടോ? അപ്പം അതിൻ്റെ ആ തണ്ടങ്ങ് മൂടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് മണ്ണും കൂടെ അവരുടെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ ഈ നിൽക്കുന്നതിന് ഇച്ചിരി പൊക്കക്കുറവാണ്. അപ്പം അവർക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി ഇതങ്ങോട്ട് നിരക്കുമ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ ചോട്ടിലേക്ക് അടുപ്പിച്ച് കൊടുക്കണം. കണ്ടോ? ഇത് നമ്മൾ പല കൊച്ചു കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചേർന്നാണ് നമ്മൾ ഓരോ അടുക്കളത്തോട്ടവും ഉണ്ടാക്കുന്നത്, ഓരോ അടുക്കളത്തോട്ടത്തിലും നടന്നുകൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും